ഹലോ എവറി വൺ, വെൽക്കം ടു മൈ സെക്ഷൻ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് സീരീസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഇപ്പോൾ നമ്മളിതിൽ പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 നമ്മൾ ക്വസ്റ്റ്യൻ 1 ആൻഡ് 2 ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ പാർട്ട് 2 ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻഡ് 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3: കൺസിഡർ എ ബാർ ആസ് ഷോൺ ഇൻ ഫിഗർ. ആൻ ആക്സിയൽ ലോഡ് ഓഫ് 300 kN ഈസ് അപ്ലൈഡ് അറ്റ് പോയിന്റ് P. Take A1 is equal to 2000 mm square, E1 is equal to 70 into 10 raised to 9 Newton per meter square, A2 is equal to 500 mm square, E2 is equal to 200 into 10 raised to 9 Newton per meter square. Calculate the following. First one, the nodal displacement at point P. Second one, stress in each material. ഇത് നമ്മൾ നേരത്തെ സോൾവ് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഒരു പ്രോബ്ലമാണ്. ഫിഗറിനകത്ത് തന്നിട്ടുണ്ട് ഒരു ബാർ എലമെൻറ്റിൻ്റെ രണ്ട് സെക്ഷനുള്ള 400 mm ലെങ്തും 500 mm ലെങ്തുള്ള രണ്ട് സെക്ഷൻ. സെക്ഷൻ 1-ന് 400-ഉം 2-ന് 500-ഉം. അതിന് രണ്ടിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന പോയിന്റ് P മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു 300 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാറിൻ്റെ രണ്ട് സൈഡും ഫിക്സഡ് ആണ്. അപ്പോൾ ആണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ പറഞ്ഞിരിക്കുന്നത് ഏരിയ തന്നിട്ടുണ്ട്. ആദ്യത്തെ എലമെൻറ്റിൻ്റേതും രണ്ടാമത്തെ എലമെൻറ്റേതും യങ്സ് മോഡുലസ് ഈ നമ്മൾ നോഡൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടത്. അതായത് സെൻറ്റർ പോയിൻറ്റിലെ നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നുള്ളതും അതേപോലെ രണ്ട് പാർട്ടിൻ്റെ സ്ട്രെസ്സുമാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഡിസ്ക്രിറ്റൈസേഷൻ പ്രോസസ്സാണ്. അപ്പോൾ എലമെൻറ്റ് എന്ത് ചെയ്യുന്നു, രണ്ട് എലമെൻറ്റായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നമ്പറും കൊടുത്തിട്ടുണ്ട്. എലമെൻറ്റ് 1 ആൻഡ് എലമെൻറ്റ് 2. പിന്നെ നോട്ട്സിന് നമ്പർ കൊടുത്ത് നോട്ട് 1, 2, 3 എന്ന നമ്പറും. നമുക്ക് ഗിവൺ ഡാറ്റാസ് തന്നിരിക്കുന്നതാണ്. ഏരിയ ഓഫ് എലമെൻറ്റ് 1 A1 200 mm square, area of element 2 A2 500 mm square, length of the element 1-ൻ്റെ L1 400 mm, length of the element 2 L2 500 mm. യങ്സ് മോഡുലസ് ഓഫ് ദ എലമെൻറ്റ് E1 തന്നിട്ടുണ്ട്. എത്രയാണ്, 70 into 10 raised to 9 Newton per meter square. അപ്പോൾ നമുക്കതിൽ ലെങ്ത് എല്ലാം മില്ലിമീറ്ററിലായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിനെ മില്ലിമീറ്ററിലാക്കണം. അപ്പോൾ 70 into 10⁻³ Newton per millimeter square ആകും. നെക്സ്റ്റ് യങ്സ് മോഡുലസ് ഓഫ് എലമെൻറ്റ് 2 E2 is equal to 200 into 10 raised to 9 Newton per meter square ആണ്. അതിനെ മില്ലിമീറ്ററിലാക്കുമ്പോൾ 200 into 10⁻³ Newton per millimeter square. പിന്നെ ഒരു പോയിൻ്റ് ലോഡ് P തന്നിട്ടുണ്ട്. എത്രയാണ്, 300 kN. അപ്പോൾ kN നമ്മൾ എന്താകുന്നു, മറ്റത് മുകളിലത്തെ ന്യൂട്ടണിലായതുകൊണ്ട് അതിനെ ന്യൂട്ടണിലേക്കാക്കും. അപ്പോൾ 300 into 10⁻³ ന്യൂട്ടൺ. പിന്നെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോഡൽ ഡിസ്പ്ലേസ്മെൻ്റ് അറ്റ് പോയിൻ്റ് Pയിലാണ്. അപ്പോൾ എത്രയാണത്, U2 ആണ്. ഇത് നോഡ് 2-ലാണ്. പിന്നെ സ്ട്രെസ് ഓരോ മെറ്റീരിയലിൻ്റെയും σ1 σ2 രണ്ട് മെറ്റീരിയലിൻ്റെ സ്ട്രെസ്സാണ്. നമുക്ക് സൊല്യൂഷൻ നോക്കാം. ഫൈനൈറ്റ് എലമെൻറ്റ് ഇക്വേഷൻ ഫോർ 1 dimensional 2 നോഡൽ ബാർ എലമെൻറ്റ് എന്താണ്, മെട്രിക്സ് F1 F2 is equal to AE divided by L into മെട്രിക്സ് 1 -1 -1 1 into U1 U2. ഇതാണ് നമ്മുടെ ജനറലായിട്ടുള്ള ഫൈനൈറ്റ് എലമെൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, യുവിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം U നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഏരിയയും യങ്സ് മോഡുലസും ലെങ്തും ഓരോ എലമെൻറ്റിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ആദ്യം എലമെൻറ്റ് 1 കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിന് വരുന്ന നോട്ട്സ് 1 into 1. അപ്പോൾ അതിൻ്റെ ഫൈനൈറ്റ് എലമെൻറ്റ് ഇക്വേഷൻ എങ്ങനെ വരും, A1 E1 divided by L1. എലമെൻറ്റ് 1 ആയതുകൊണ്ട് ഇൻറ്റു മെട്രിക്സ് 1 -1 -1 1 ഇൻറ്റു എലമെൻറ്റ് 1 അത് രണ്ട് നോഡ് വരുന്നതുകൊണ്ട് U1 U2 which is equal to ഫോഴ്സ് F1 ആൻഡ് F2. അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. A1-ൻ്റെ വാല്യൂ 2000 ഇൻറ്റു E1 70 into 10⁻³ divided by L1 400 ഇൻറ്റു 1 -1 -1 ഇൻറ്റു U1 മെട്രിക്സ് U1 U2 is equal to മെട്രിക്സ് F1 F2. ഇപ്പോൾ നമ്മൾ ഇതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 3.5 into 10⁻5 കിട്ടും. അപ്പോൾ ആ 1 into 10⁻5 അതിനെ പുറത്തിട്ടിട്ട് 3.5-നെ എന്ത് ചെയ്യുന്നു, നമ്മൾ 1 -1 എന്നുള്ള മെട്രിക്സിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും, 1 into 10⁻5 ഇൻറ്റു 3.5 -3.5 -3.5 3.5 ഇൻറ്റു U1 ഇൻറ്റു മെട്രിക്സ് U1 U2 is equal to മെട്രിക്സ് F1 F2. അപ്പോൾ നമ്മൾ 3.5 എന്ന് പറഞ്ഞാൽ മെട്രിക്സിനകത്ത് നമ്മൾ A11 A12 A21 A22 എന്നിടത്തേക്ക് നമ്മൾ അസംബിൾ ചെയ്യുമ്പം നിങ്ങൾക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റ് 1 നമ്പർ ഇട്ടിട്ട് മെട്രിക്സിനെ നമ്പർ കൊടുത്തിട്ട് അങ്ങ് സോൾവ് ചെയ്താലും മതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി എലമെൻറ്റ് 2-നെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ എലമെൻറ്റ് 2-ന് എന്ത് വരും, നോഡ് 2-ഉം 3 ആകും. അപ്പോൾ അതിനായിട്ട് എലമെൻറ്റ് ഇക്വേഷൻ എങ്ങനെ മാറും, എലമെൻറ്റ് 2 ആയതുകൊണ്ട് A2 E2 divided by L2 ഇൻറ്റു മെട്രിക്സ് 1 -1 -1 ഇൻറ്റു നോഡ് 2 ആൻഡ് 3 ആയതുകൊണ്ട് U2 U3 is equal to ഫോഴ്സ് F2 F3. അപ്പോൾ നമ്മൾ A2-ൻ്റെ E2-ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുന്നു. 500 ഇൻറ്റു 200 into 10⁻³ divided by length of the element 500 into matrix 1 -1 -1 into U2 U3 is equal to force F2 F3. അപ്പോൾ നമ്മളിതിനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2 into 10⁻5 ആണ്. അപ്പോൾ 1 into 10⁻5-നെ പുറത്തിട്ടിട്ട് ബാക്കി 2-ന് നമ്മൾ എന്ത് ചെയ്യുന്നു, മെട്രിക്സിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മെട്രിക്സ് 2 into -2 -2 2 into മെട്രിക്സ് U2 U3 is equal to ഫോഴ്സ് F2 F3. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു,
ഈ രണ്ട് ഇക്വേഷനോടെ അസംബിൾ ചെയ്തിട്ട് എഴുതുന്നു. അപ്പോൾ അതാണ് ഗ്ലോബൽ ഇക്വേഷനായിട്ട് മാറുന്നത്. അപ്പോൾ രണ്ടുകൂടെ അസംബിൾ ചെയ്യുമ്പോൾ എന്തുവരും? 1 × 10⁵ നമ്മൾ പുറത്തിടുന്നു. മെട്രിക്സ് 3.5 - 3.5 - 3.5 3.5 എന്നുള്ള മെട്രിക്സ് എഴുതുന്നു. അടുത്ത നമുക്ക് എന്താണ്? അടുത്ത മെട്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഏതായിരുന്നു വരുന്നത്? A22 ആയിരുന്നു. അപ്പം 2ൻ്റെ വാല്യൂ നമ്മൾ 3.5ൻ്റെ അവിടെ തന്നെ എഴുതുന്നു. അപ്പോൾ 2 - 2 - 2 2 ബാക്കി രണ്ടും ഇല്ലാത്തത് 0 കൊടുക്കുന്നു. 3.5ൻ്റെ അവിടെ രണ്ട് വാല്യൂ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? അത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് എഴുതും. അപ്പോൾ നമുക്ക് മെട്രിക്സിൻ്റെ ഇക്വേഷൻ കിട്ടും. 1 × 10⁵ ഇൻറ്റു മെട്രിക്സ് 3.5 - 3.5 0 -3.5 5.5 -2 0 -2 2 ഇൻറ്റു മെട്രിക്സ് U1 U2 U3 ഈസ് ഈക്വൽ ടു മെട്രിക്സ് F1 F2 F3. അപ്പോൾ ഇതിനകത്തെ ആദ്യത്തെ മെട്രിക്സ് ആണെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിഫ്നെസ് മെട്രിക്സ് K എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇതിൽ നിന്നും നമുക്ക് U2 ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനകത്ത് ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത്. അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് നോഡ് 1ഉം 3ഉം എന്താണ്? 0 ആണ്. എന്തുകൊണ്ടാണ്? നോഡ് 1ഉം 3ഉം ഫിക്സഡ് ആയത്. അപ്പോൾ നമുക്ക് എഴുതാനത് U1 = U3 = 0. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് U1 U3 0. ഇനി നമുക്ക് എന്താണ്? ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? മിഡ് പോയിൻറ്റിൽ. അപ്പോൾ എത്രയാണ്? 300 × 10⁻³ ന്യൂട്ടണാണ്. അപ്പം F2 എന്ത് വരും? 300 × 10⁻³ ന്യൂട്ടൺ. ഇപ്പോൾ സെൽഫ് വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ പ്രോബ്ലത്തിൽ കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് F1ഉം F3 നമുക്ക് എന്ത് ചെയ്യാം? 0 ആണെന്ന് പറയാം. സെൽഫ് വെയിറ്റ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ അതിനും വാല്യൂ ആണ്. ഇനി എന്ത് ചെയ്യുന്നു? ഈ വാല്യൂസ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ നമ്പർ 1-നകത്തേക്ക് എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് സെൻട്രൽ പോയിന്റ് മാത്രം ആക്ട് ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? U2ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. 1 × 10⁵ ഇൻറ്റു K മെട്രിക്സ് ഇൻറ്റു മെട്രിക്സ് U1ൻ്റെ വാല്യൂ എന്താണ്? 0. U2 നമുക്ക് അറിയത്തില്ല, അതുപോലെ എഴുതുന്നു. U3യുടെ വാല്യൂ 0 which is equal to മെട്രിക്സ് ഫോഴ്സ് F1 0 ആണ്. സെക്കൻഡിൽ നമ്മൾ ആക്ട് ചെയ്യുന്നത് 3 × 10⁵. അതുപോലെ ഫോഴ്സ് F3യുടെ വാല്യൂ 0. അപ്പോൾ ഇതിനകത്ത് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ U1 0 ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ നെഗറ്റീവ് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും നെഗ്ലക്റ്റ് ചെയ്യുന്നു. അതുപോലെ U3 0 ആയതുകൊണ്ട് തേർഡ് റോയും തേർഡ് കോളവും അതാണ് റെഡ് ലൈൻ വെച്ചിട്ട് മാർക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് വരുന്നത് എന്താണ്? 1 × 10⁵ ഇൻറ്റു 5.5 ഇൻറ്റു U2 ഈസ് ഈക്വൽ ടു 3 × 10⁵. അപ്പോൾ നമ്മളതിനകത്ത് നിന്ന് U2ൻ്റെ വാല്യൂ കിട്ടുന്നതാണ് 0.545 mm. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് പോയിൻറ്റിലോട് Pയിൽ ആക്ട് ചെയ്യുന്ന എത്രയാണ്? 0.545 mm ആണ്. അപ്പോൾ നോഡ് 1ഉം നോഡ് 2ഉം ഫിക്സഡ് ആയതുകൊണ്ട് U1ഉം U2ഉം 0 ആയിരിക്കും. അപ്പം നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഓരോ മെറ്റീരിയലിൻ്റെയും സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സ്ട്രെസ് ഇൻ ഈച്ച് എലമെൻ്റ് എന്നാണ് നമുക്കറിയാം. സ്ട്രെസ്സിൻ്റെ ജനറൽ ഇക്വേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു E × du/dx ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ജനറൽ ഇക്വേഷൻ ആണ് ഫോർ എലമെൻറ്റ് 1 കൺസിഡർ. അപ്പോൾ സ്ട്രെസ് സിഗ്മ 1 ഈസ് ഈക്വൽ ടു എന്ത് വരും? E1 × du എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ഡിഫ്ലക്ഷൻ. U2 - U1 /dx എന്തായിരുന്നു? ലെങ്ത് L1. സോ E1ൻ്റെയും U2ൻ്റെ വാല്യൂ എത്രയാണ്? 0.545 - U1 0 ലെങ്ത് 400. അപ്പോൾ നമുക്ക് സിഗ്മ 1 കിട്ടും 95.4 Nm². ഇനി നമ്മൾ എലമെൻറ്റ് 2 കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? സ്ട്രെസ് സിഗ്മ 2 ഈസ് ഈക്വൽ ടു E2 × U3 - U2 /L2 which is equal to 200 × 10⁻³ E2 × U3 0 - U2 0.545 ലെങ്ത് 500. അപ്പോൾ നമുക്ക് സിഗ്മ 2ൻ്റെ വാല്യൂ കിട്ടും -218 Nm². അപ്പോൾ മൈനസ് ആയതുകൊണ്ട് എന്തായിരിക്കും? അവിടെ കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ എന്താണ് എലമെൻറ്റ് 1നെ കൺസിഡർ ചെയ്യുന്നത്? എന്താണ്? ലോഡ് പുള്ളിയാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും? അവിടെ കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കത്തില്ല ആക്ട് ചെയ്യുന്നത്. പക്ഷേ എലമെൻറ്റ് 2നെ കൺസിഡർ ചെയ്താൽ എന്താണ്? ലോഡ് അകത്തോട്ടാണ് അതിനെ കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും? കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും ആക്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്ന രണ്ടാമത്തെ വാല്യൂ ആയ സ്ട്രെസ്സസ് ഇൻ ഈച്ച് എലമെൻറ്റ് 1ൻ്റെയും എലമെൻറ്റ് 2ൻ്റെയും നമുക്ക് എന്ത് കിട്ടി? സ്ട്രെസ്സിൻ്റെ വാല്യൂ കിട്ടി. എലമെൻറ്റ് 1ൻ്റെ സ്ട്രെസ് എന്ന് പറയുന്നത് 95.4ഉം എലമെൻറ്റ് 2ൻ്റേത് -218 Nm². ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ദി ഇൻറ്റഗ്രൽ I = (1 to 1 x⁴ - 3x² dx by using ഗഷ്യൻ ക്വാഡ്രാച്ചർ. അപ്പോൾ ഗഷ്യൻ ക്വാഡ്രാച്ചർ വെച്ചൊരു ഇൻറ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഇത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ I എഴുതാം. ഇൻറ്റഗ്രൽ (1 to 1 x⁴ - 3x² dx. ഇതെന്ന് ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് എഴുതുമ്പോൾ എന്തെങ്കിലും x⁴ - 3x² ആണ്. അപ്പോൾ we know that the given integral is a polynomial of order എത്രയാണ്? 4 ആണ്. സോ ഫോർ എക്സാക്റ്റ് ഇൻറ്റഗ്രേഷൻ 2n - 1 ഈസ് ഈക്വൽ ടു എന്ത് വരും? 4 ഓർഡർ ഉള്ളതായതുകൊണ്ട് 2n - 1 ഈസ് ഈക്വൽ ടു 4. സോ 2n ഈസ് ഈക്വൽ ടു
4 + 1 5 n = 2.5. നമുക്ക് നമ്പർ ഓഫ് സാമ്പിളിംഗ് പോയിൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ എക്സാക്റ്റ് നമ്പർ അല്ലെങ്കിൽ നിയറസ്റ്റ് ഇൻ്റർവെല്ലിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പം n 2.5 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് നെക്സ്റ്റ് നിയറസ്റ്റ് ഇൻഡിജർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 3 ആയിരിക്കും. അപ്പം നമുക്ക് എന്നിനെ എന്താ = എന്തെന്ന് എഴുതാം, 3 എന്ന് നമുക്ക് എഴുതാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 3 വെച്ചിട്ടുള്ള ഗഷ്യൻ ക്വാഡ്രേച്ചറിൻ്റെ ഇക്വേഷൻസാണ് നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത്. എന്നിട്ട് 3 വെച്ചിട്ടുള്ള ഇക്വേഷൻസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വാല്യൂസിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഗഷ്യൻ ക്വാഡ്രേച്ചറിൻ്റെ ചാർട്ട് എടുക്കുന്നു. n 3 ആയിട്ട് വരുന്ന വാല്യൂസിൻ്റെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓരോന്നിനും n 3, അതായത് നമ്മുടെ ഇൻറ്റിജർ വാല്യൂ സാമ്പിളിംഗ് പോയിൻറ്റ് 3 ആയിട്ട് വരുന്ന ഗഷ്യൻ ക്വാഡ്രേച്ചറിൻ്റെ വാല്യൂസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എടുക്കുകയാണ്. യൂസ് 3 സാമ്പിളിംഗ് പോയിൻറ്റ്സ് ആണ് എടുക്കുന്നത്. ഫോർ 3 പോയിൻറ്റ് ഗഷ്യൻ ക്വാഡ്രേച്ചർ എടുക്കുന്നു. അപ്പോൾ x1 = എന്ത് വരും, 3 പോയിൻറ്റിൻ്റെ ഗഷ്യൻ ക്വാഡ്രേച്ചറിൻ്റെ x1 വാല്യൂ √3/5 which is equal to 0.7759669. x2ൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. x3യുടെ വാല്യൂ -√3/5 ±√3/5 എന്നാണ് x1 x3 കൊടുത്തത്. അപ്പോൾ ഒന്ന് പ്ലസും ഒന്നും മൈനസും ആണ്. അപ്പം which is equal to -0.774596669. അടുത്ത് w1 = 5/9 which is equal to 0.555555. w2 = 8/9. w3 = 599. നമുക്ക് ഈ വാല്യൂന് ഇട്ട് വേണം എടുത്താലും ചെയ്യാം. ഇന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്, f(x) = എന്താണ് ഇക്വേഷൻ, x⁴ - 3x². അപ്പോൾ f(x1) = x1⁴ - 3x², which is equal to x1ൻ്റെയും x1ൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, f(x1)ൻ്റെ വാല്യൂ -1.44 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് എടുക്കാം, w1 × f(x1). അപ്പം w1ൻ്റെ വാല്യൂ നമുക്കറിയാം, അതും f(x) കിട്ടിയ -1.44 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് w1 × f(x1) = -0.7999999 എന്ന് പറഞ്ഞ് കിട്ടും. നമുക്ക് അതിന് എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, f(x2) നമ്മൾ കണ്ടുപിടിക്കുന്നു. f(x2) = x2⁴ - 3x². അപ്പോൾ x2ൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് എന്താകും, f(x2) 0 ആകും. അടുത്ത് w2 × f(x2) എന്ത് വരും, f(x2) 0 ആയതുകൊണ്ട് w2 × f(x2) 0. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കും. നെക്സ്റ്റ് f(x3) കണ്ടുപിടിക്കും, which is equal to എന്താണ്, x3⁴ - 3x3². സോ x3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. -3 × x3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് f(x3)യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും -1.44. നെക്സ്റ്റ് എന്താണ്, w3 × f(x3). w3യുടെ വാല്യൂ 0.55555 × -1.44. നമുക്ക് w3 × f(x3) = 0.7999992. അതാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്നുള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഇക്വേഷൻ 3നെയും കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ w1 f(x1) + w2 f(x2) + w3 f(x3). അപ്പോൾ നമ്മൾ 3 ആഡ് ചെയ്യുമ്പം -0.7999992 + 0 + -0.7999992 which is equal to -1.5999998 കിട്ടും. അതാണ് നമ്മുടെ ആൻസർ. ഇൻ്റഗ്രൽ -1 to 1 x⁴ - 3x² ds is equal to -1.5999998. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, -1.6 എന്ന് വേണമെങ്കിലും എഴുതാമെന്നായിരിക്കും. അപ്പോൾ നമ്മളിതിപ്പോൾ എക്സാക്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ നോർമൽ മെത്തേഡിൽ, അതായത് നമ്മൾ നോർമലി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻ്റഗ്രേഷൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ -1 to x⁴ 3x² dxൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് വേണമെങ്കിൽ റിസൾട്ട്സിനെ നോക്കാവുന്നതാണ്. താങ്ക് യു.